എക്സ്ക്യൂസ് മീ സർ, ഒരു കാര്യം അറിയിക്കാനുണ്ടായിരുന്നു. എന്താ? ഞങ്ങളുടെ വിവാഹം നിശ്ചയിച്ചു ഈ മാസം 27-ന്. സാറ് തീർച്ചയായും വരണം. ഷുവർ. ഒറ്റയ്ക്ക് വന്നാ പോരാ, മിസ്സസിനെയും കൂട്ടി വരണം. കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം. വൈഫുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തീർത്തൂടെ സാർ? ഓഫീസ് വർക്ക് ധാരാളം പെൻഡിംഗ് ഉണ്ടല്ലോ. യു ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ യുവർ വർക്ക്. ഈ ഇൻവിറ്റേഷൻ തരേണ്ടത് പോലും ഓഫീസ് അവേഴ്സ് കഴിഞ്ഞിട്ട് വേണമായിരുന്നു. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യൂട്ടോ, ഞാനിപ്പോ വരാം. പിന്നെന്താ, ഓഫീസിൽ പോയില്ലേ? ഇല്ല, ഞാൻ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് പോന്നു. എന്ത് പറ്റി? ഇല്ല, ഒന്നുമില്ല. വിഷ്ണുവിനെ കണ്ടത് ഏതായാലും നന്നായി. ലതികയുടെ വിവരം പറഞ്ഞിട്ട് പോകാന്നാ കരുതിയത്. ലതിക വിളിക്കൂ. നേരിട്ട് പറയേണ്ട കാര്യമായതുകൊണ്ടാ ഞാൻ തന്നെ വന്നത്. അവളെ വിളിക്കൂ. മാഷപ്പോ വന്നു. ഞാൻ ഇപ്പോഴിങ്ങോട്ട് വന്ന് കേറിയുള്ളൂ. സുധേ പെണ്ണ് കാണാനായിട്ട് ഒരു കൂട്ട് ഞായറാഴ്ച വരണു. അപ്പൊ ആ വിവരം ഒന്ന് പറഞ്ഞിട്ട് പോകാന്ന് കരുതി വന്നതാ. ലതിക വിളിക്കൂ. ലതിക ഇവിടെ ഇല്ല മാഷെ. ഇല്ലേ? പിന്നെ വിഷ്ണുവിന്റെ ചേച്ചിയുടെ വീട്ടിൽ പോയിരിക്കുക. 3-4 ദിവസം കഴിഞ്ഞ് മടങ്ങി വരൂ. അപ്പൊ പെണ്ണ് കാണലിന്? അത് സാരമില്ല മാഷെ, ഞായറാഴ്ച അല്ലേ. വിഷ്ണു ലതികയും കുട്ടി അങ്ങോട്ട് വന്നോളും. അല്ലേ വിഷ്ണു? ശരി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. ലതികയുടെ അമ്മാവനെയും കൂടെ കണ്ട് വിവരം പറഞ്ഞിട്ട് വേണം പോവാൻ. അല്ല, ഇതുവരെ വന്നിട്ട് ഒരു ചായ പോലും കുടിക്കാതെ. ആദ്യം ഇവിടുന്ന് എപ്പ വേണമെങ്കിൽ കുടിച്ചൂടെ? പിന്നെ ഇത്തവണ ഒരു കാര്യം, നിങ്ങൾ അവിടെ വന്നാൽ വീട്ടിൽ ഒരാഴ്ചയെങ്കിലും താമസിച്ചിട്ട് വേണം ഇങ്ങോട്ട് പോരാൻ. അങ്ങനെ ചില നാട്ടു നടപ്പും സമ്പ്രദായങ്ങളും ഒക്കെ ഉണ്ട്. അല്ല, ഒരാഴ്ചയല്ല മാഷെ, 2 ആഴ്ച നിൽക്കും. എന്താ വിഷ്ണു? എന്നാ പിന്നെ പറഞ്ഞ പോലെ. അപ്പോ ശനിയാഴ്ച വൈകുന്നേരം തന്നെ ഇവരെ അവിടെ എത്തിക്കണം. ആ ഉത്തരവാദിത്വം ഞാൻ കൃഷ്ണൻകുട്ടി ഏൽപ്പിക്കും. ശരി മാഷെ. അപ്പൊ ഞാൻ വരട്ടെ. ശരി. ആകെ കുഴപ്പമായല്ലോ. ലതിക വീട്ടിൽ ചെന്നിട്ടില്ലെങ്കിൽ പിന്നെ ഇനി വല്ല അവിവേകം കാണിച്ചിരിക്കോ? ഭാര്യയും ഭർത്താവുമായിട്ട് കഴിയാൻ ഇനി ബുദ്ധിമുട്ടാണെന്നൊക്കെ വെട്ടൊന്ന് തുണ്ടൻ രണ്ടെന്ന രീതിയിൽ പറയുമ്പോഴേ ഞാൻ കരുതിയതാ. പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു? നീ പറയുന്ന കേട്ടാ തോന്നുന്നു എല്ലാം എന്റെ കുറ്റമാണെന്ന്. ഒച്ച കള്ളം പറഞ്ഞ് എന്നെ പറ്റിച്ചതും പോരാ. ഇനി വല്ലവരും തട്ടിക്കൊണ്ടു പോയതാണോ, വഴിതെറ്റി പോയതാണോ? ഈ സിറ്റി ഒന്നും അത്ര വലിയ പരിചയമില്ലാത്തതാ. പാവം, ഇനി അഥവാ വല്ല കടുങ്കയും ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നീ കമ്പേഴി എന്നെ അകത്ത് കിടന്നു തന്നെ ഓർമ്മിച്ചോ. ഇപ്പൊ എങ്ങനെയുണ്ട്? നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ കടവെടുക്കുന്നില്ലേ? സിസ്റ്റർ വീട്ടിലെത്തിയിട്ടില്ല എന്നറിഞ്ഞപ്പോ വിഷ്ണുവിന്റെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. വെറുപ്പും ദേഷ്യവും ഒക്കെ മാറി വേണ്ടപ്പെട്ടവരെ മിസ് ചെയ്യുമ്പോഴുള്ള ഒരു നഷ്ടബോധം. അതിന്റെ അർത്ഥം എന്താ? അവന് സിസ്റ്ററിനോട് സ്നേഹമുണ്ടെന്ന്. ഈ ടെൻഷൻ നമ്മൾ കൂട്ടി കൂട്ടി പീക്കിൽ എത്തിച്ചിട്ട് എല്ലാം തുറന്നു പറയുന്നു. അതുവരെയൊക്കെ കാര്യങ്ങൾ എത്തിക്കണോ? ഇപ്പൊ തന്നെ എല്ലാം പറയുന്നല്ലേ നല്ലത്. പാടില്ല. ഈ മദ്യപാനികളെ ഒറ്റയടിക്ക് മദ്യപാനം നിർത്താൻ ഡോക്ടേഴ്സ് സമ്മതിക്കാറില്ല. ബോഡി സിസ്റ്റം തന്നെ തകരാറിലാകും എന്ന് പറഞ്ഞതുപോലെയാ വിഷ്ണുവിന്റെ കാര്യവും. ഒറ്റയടിക്ക് എല്ലാം അറിഞ്ഞാൽ അവന് വട്ടായി പോവും. പടിപടിയായി പ്ലാൻ ചെയ്താൽ എല്ലാ കണ്ടീഷൻസും പിൻവലിച്ചുകൊണ്ടുള്ള ഒരു റീയൂണിയൻ നടക്കും. സിസ്റ്റർ എന്താ ആലോചിക്കുന്നത്? സാർ, വിഷ്ണുവേട്ടന് വളരെ മുമ്പേ വിഷ്ണുവേട്ടനെ അറിയിക്കേണ്ടിയിരുന്ന സത്യങ്ങളാണ് ഈ കത്തിലുള്ളത്. പലവട്ടം പറയാൻ ഒരുങ്ങിയതാണ്, പക്ഷേ സാഹചര്യങ്ങൾ എന്നെ അനുവദിച്ചില്ല. മുജ്ജന്മ പുണ്യം പോലെ ലഭിച്ച ഈ ജീവിതം അതെനിക്ക് തന്ന വിഷ്ണുവേട്ടനെ ഞാൻ ചതിക്കുകയായിരുന്നു. ഭാവി വധുവിന് ഉണ്ടായിരിക്കണമെന്ന് വിഷ്ണുവേട്ടൻ ആഗ്രഹിച്ചിരുന്ന ഗുണഗണങ്ങൾ എനിക്കുണ്ടെന്ന് ഞാൻ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് എന്റെ ജോലി പെർമനന്റ് ആയി കിട്ടാൻ വേണ്ടിയായിരുന്നു.
ഇന്ദുവും കൃഷ്ണൻകുട്ടിയും അങ്ങനെയായിരുന്നു എന്നെ ധരിപ്പിച്ചത്. അവരുടെ മനസ്സിലെ കണക്കുകൂട്ടലുകൾ വേറെയായിരുന്നു എന്നത് നമ്മുടെ വിവാഹരാത്രിയിലാണ് ഞാൻ അറിയുന്നത്. സങ്കല്പത്തിലെ എല്ലാ ഗുണഗണങ്ങളും ഒത്തുചേർന്ന പെൺകുട്ടിയെയും കാത്തിരിക്കുന്ന വിഷ്ണുവേട്ടന്റെ മുമ്പിലേക്ക് വരാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ ഒരിക്കൽ കൂടി ഞാൻ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി. പിന്നീട് എന്തുകൊണ്ട് ഇതെല്ലാം തുറന്നു പറഞ്ഞില്ല എന്ന് ചോദിക്കാം. പറഞ്ഞാൽ വിഷ്ണുവേട്ടൻ എനിക്ക് നഷ്ടപ്പെട്ടാലും അതെനിക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. ഇപ്പൊ എന്റെ മനസ്സിലെ ഭാരം കുറഞ്ഞിരിക്കുന്നു. സുഖവും സമാധാനവും എന്നും വിഷ്ണുവേട്ടൻ ഉണ്ടാവണമെങ്കിൽ ഞാൻ പോയേ പറ്റൂ. വിഷ്ണുവേട്ടന്റെ ജീവിതത്തിൽ നിന്നും ദൂരേക്ക്, വളരെ ദൂരേക്ക് എന്നും വിഷ്ണുവേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സ്വന്തം ലതിക. എന്തുവാടേ, ഞങ്ങൾ വരുന്നവരെങ്കിലും ഈ നാടകം പൊളിയാതിരിക്കാൻ നിനക്ക് ശ്രമിച്ചുകൂടായിരുന്നോ? എന്ന് പറഞ്ഞാൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്തു കേട്ടാ. പക്ഷെ പ്രതി എന്നെ കുറ്റം സമ്മതിച്ച അഡ്വക്കേറ്റ് എന്ത് ചെയ്യും? ഇനി നിങ്ങൾ ആരും ഇതിൽ ഇടപെടണ്ട. ഞാൻ എല്ലാം വിഷ്ണുനോട് തുറന്നു പറയാൻ അയ്യോ, ചതിക്കല്ലേ ചേച്ചി, അതിനുള്ള സമയമായിട്ടില്ല. അവൻ വന്നു. അതെ, എങ്ങനെയെങ്കിലും വിഷ്ണു തന്നെ ഹോസ്റ്റലിൽ ചെന്ന് ലതിയെ കൂട്ടിക്കൊണ്ടു വരുന്നത് വരെ നമുക്ക് ഈ നാടകം തുടർന്നേ പറ്റൂ. വിഷ്ണു, നീ ചെയ്ത അന്ധകരണമായി പോയി. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ശാപം ഏറ്റുവാങ്ങി നീ എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കാതെ കേട്ടാ. അല്ലെങ്കിൽ തന്നെ വിഷ്ണുവിന്റെ മനസ്സ് കുറ്റബോധം കൊണ്ട് നീറുക. നിർത്തടാ, എല്ലാരും കൂടെ എന്നെ കുരങ്ങളിപ്പിക്കായിരുന്നല്ലേ? വിഷ്ണു, ഞങ്ങൾ മിണ്ടിപ്പോര്. നിങ്ങളുടെയൊക്കെ സഹായം മതിയായി എനിക്ക്. എല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടി. നന്മ, നിങ്ങൾ ചെയ്ത നന്മകളെ കുറിച്ചൊക്കെ ദാ ലതിക ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, വായിച്ചു നോക്ക്. ചെയ്തത് തെറ്റായിരിക്കാം, പക്ഷേ നിനക്ക് നല്ലത് വരണമെന്ന് മാത്രമേ ഞങ്ങൾ. വിശദീകരണം ഒന്നും വേണ്ട. നിങ്ങളെയൊക്കെ വിശ്വസിച്ചതാണ് എന്റെ തെറ്റ്. പാവം ലതിക, അവളെ ഞാൻ തെറ്റിദ്ധരിച്ചു. വേഷം കെട്ടിൽ വെളിച്ചത്തായപ്പോ പോലും നിങ്ങളെ ഒറ്റിക്കൊടുക്കാൻ അവൾ തയ്യാറായില്ല. ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് നിങ്ങളൊക്കെ ഇട്ട് തട്ടിക്കളിച്ചത്. എന്തായിരുന്നു ഇതിന്റെയൊക്കെ ആവശ്യം? ആവശ്യം ഉണ്ടാക്കി വെച്ചത് നീയാ, നിന്റെ കണ്ടീഷൻസാ. 7 കണ്ടീഷൻസ് മുന്നോട്ട് വെച്ച നീ അന്വേഷിക്കാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു മനസ്സ്. നിനക്ക് വേണ്ടിയിരുന്നത് സ്നേഹമല്ല, സൊസൈറ്റിയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ ഒരു മാതൃകാ ബിംബം. ഒരു ഭാര്യയേക്കാൾ നിനക്ക് ആവശ്യം ഒരു ഡ്രൈവറിനെയും കുക്കിനെയും പരിഭാഷകയും ഒക്കെ ആയിരുന്നു. ശബ്ദമുയർത്തി പറയുന്ന മുഴുവൻ ശരിയാണെന്ന് നീ സമർത്ഥിക്കണ്ട. ലതികയെ ഞാൻ സ്നേഹിച്ചിരുന്നില്ലെന്ന് ആരാ പറഞ്ഞത്? എന്റെ സ്നേഹം നിങ്ങളുടെ മുമ്പിൽ കൊട്ടിഘോഷിക്കേണ്ട കാര്യമില്ല എനിക്ക്. ചെയ്തത് മുഴുവൻ കള്ളമാണെന്ന് തുറന്നു പറഞ്ഞപ്പോഴും എനിക്ക് അവളോട് വെറുപ്പ് തോന്നിയില്ല. അവൾ ഇവിടെ നിന്ന് ഇറങ്ങി പോയത് പോലും ഞാൻ പറഞ്ഞിട്ടല്ല. ഹലോ, ഇത് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ നിന്നാണ്. എന്താ? ലതികയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. എന്തു പറ്റി? എവിടെ? സിറ്റി ഹോസ്പിറ്റലിലോ? ഞാൻ ഉടനെ എത്താം. എന്താ വിഷ്ണു? എന്റെ ലതികയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ ഉണ്ടായത്? മാറി നിക്കടാ. എന്താ? ക്ഷമിക്കണം സർ, ഒരു 10 മിനിറ്റ് സാർ എൻ്റെ കൂടെ പോലീസ് സ്റ്റേഷൻ വരെ വരണം. എന്തിനാ? എനിക്കെതിരെ ഫയൽ ചെയ്തിട്ടുള്ള കംപ്ലൈന്റ് മാനേജ്മെന്റിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ചെയ്താണെന്ന് എഴുതി കൊടുത്താൽ ശിക്ഷയെന്ന് ഒഴിവായി കിട്ടും. നോ, അത് സാധ്യമല്ല. മിസ്റ്റർ വിൽഫർ, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിച്ച് തീരുമാനിക്കാം. എന്റെ വൈഫ് വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്. അതൊരു പുതിയ നമ്പറാണല്ലോ സാറേ. മിസ്റ്റർ വിൽഫർ, പ്ലീസ്. ആ, ഇനി അഥവാ സത്യമാണെങ്കിലും അതിനേക്കാൾ സീരിയസ് അവസ്ഥയിലല്ലേ ഞാൻ. ഇങ്ങോട്ട് ഇറങ്ങൂടോ സാറേ. ചുമ്മാ പോട്ടെ സാർ, സാരമില്ല. വാ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം. ആഹാ,
ലതിയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഏത് പാടില്ല? pay ward. ഡോക്ടർ എക്സാമിൻ ചെയ്തോണ്ടിരിക്കുക. എന്താ ഉണ്ടായത്? ഞാൻ റൂമിൽ ചെല്ലുമ്പോ ലതിക ബോധമില്ലാതെ താഴെ കിടക്കായിരുന്നു. ഡോക്ടർ, പേടിക്കാനൊന്നുമില്ല. 3-4 ദിവസം ആഹാരമൊന്നും കഴിക്കാതെ സ്റ്റാർവ് ചെയ്തുകൊണ്ട് ബോഡി വളരെ വീക്കായി. അതിന്റെ ഹൈപ്പർ ടെൻഷൻ ആയിരുന്നു. കുറച്ചു ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വരും. ദാറ്റ്സ് ഓൾ. ആരാ ലതികയുടെ ഹസ്ബൻഡ്? ഞാനാ ഡോക്ടർ. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങളൊരു അച്ഛനാവാൻ പോവാ. ചെല്ല്. ഞാൻ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതാണ് ഞങ്ങൾ നടത്തിയ ഹോമത്തിന്റെ ശക്തി. ഒരു റിക്വസ്റ്റ് മാത്രമുണ്ട്. ജനിക്കുന്ന കുട്ടി ആണാണെങ്കിൽ അവൻ വലുതാവുമ്പോ കല്യാണത്തിന് ഇതേപോലുള്ള കൊനസ്റ്റ് കണ്ടീഷൻസ് വയ്ക്കാത്ത രീതിയിൽ വളർത്തണം. ഇല്ലെങ്കിൽ അവന്റെ സ്വഭാവം തിരുത്താനും എനിക്കും കുറുപ്പേട്ടനും കൂടെ കുറെ കളികൾ കളിക്കേണ്ടി വരും, അല്ലേ? എന്തുവാടേ, എന്ത് കളി കളിച്ചാൽ എന്താ? വിഷ്ണുവിന്റെയും കൃഷ്ണന്റെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം മംഗളമാവും.